ബിഗ് ബോസ് സീസൺ 6 ഇത് 5-ാമത്തെ ആഴ്ചയാണ് കടന്നു പോകുന്നത്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് 6ഓളം പേര് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സംഭവ വികാസങ്ങളിലൂടെ ഹൗസ് കടന്നു പോകുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ഒരു വൈക്ക് കൊള്ളത്തില്ല. ആ കാശ് 400 രൂപ അവിടെ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ജനങ്ങൾക്ക് കാണാൻ പറ്റിയത് എന്തെങ്കിലും കാണിക്കണം. ഈ കെട്ടിപ്പിടുത്തവും ഒക്കെ ശരിയുള്ള കാര്യമാണോ? ഇതിന് വേറെ പേരാ ഇടേണ്ടത്, ബിഗ് ബോസ് എന്നല്ല ഇടേണ്ടത്. ഇപ്രാവശ്യം ആകെ അലമ്പായി പോയി. അലമ്പി, ചീത്തവിളി, ഒച്ചപ്പാടും, അടി, മുടിക്ക് കുത്തു പിടിക്ക്. എന്താണ് അത് ഫ്രണ്ട്സാന്ന് പറയെങ്കിലും മറ്റുള്ള കുഞ്ഞു കുട്ടികളൊക്കെ കാണുന്നതല്ലേ. ജബ്രി പുള്ളി രണ്ടുപേർക്കാണെങ്കിൽ ഭയങ്കര മോശം. അന്നേരം ചെറിയ പിള്ളേരൊക്കെ നമ്മളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ഇപ്പോഴത്തെ സീസൺ എന്താന്ന് വെച്ചാൽ എപ്പോഴും അടിയിടിയ ജാസ്മിനാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അധികം ഇതുള്ളത്, വോട്ടുള്ളത്. ആ പരിപാടി അത് അത്ര മോശമാണ് മോളെ. അത് കാണാൻ കൊള്ളുകയില്ല. നമ്മളെ പോലെ പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ വയസ്സായവരോ ഒരു ടി വി കാണുന്നത് നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ജോലികളൊക്കെ കഴിഞ്ഞ് അല്പനേരം ഒന്ന് വിശ്രമിക്കാനും റെസ്റ്റിനുമാണ് നമ്മൾ ടി വി കാണുന്നത്. ആ ഒരു ഇത് അതിലില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ഒന്ന് കാണാനും മനസ്സിനൊന്ന് മനസ്സിലാക്കാനും ഒക്കെ കാണാൻ കൊള്ളാവുന്ന. ഈ ഇവിടെ എടുത്ത് അങ്ങോട്ട് എറിയുക, അവനെ എടുത്ത് ഇങ്ങോട്ട് എറിയുക, ഒരു സൈസ് അനാവശ്യമായ വാക്കുകൾ അതിൻ്റെ അകത്ത് ചുരുക്കി പറഞ്ഞാൽ ഒന്നിനും കൊള്ളൂല പോലെ. നമുക്കൊരു ടി വി കാണുന്ന വെച്ചാൽ നമ്മുടെ മനസ്സിലെ കഷ്ടങ്ങളും എല്ലാം മറന്ന് അല്പനേരം ഒന്ന് ഒരു ഇച്ചിരി നല്ലതിനാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അത് ഈ വക കൂത്തുകെട്ട് കാണുന്നത് എന്തിനാ മക്കളെ? നമ്മൾ ആ നേരം കൊണ്ട് വല്ലൊരു സിനിമയോ നല്ല പാട്ടുകളോ ഡാൻസോ അല്ലെ കുട്ടികളുടെ കോമഡിയോ ഇതൊക്കെ ഒരുപാട് ഇതുണ്ട്. ഇത് വെറുതെ 400 രൂപ വെച്ച് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. 420 രൂപയാണ് ഒരു മാസം ചാനലുകാരവിടെ ഞങ്ങളോട് മേടിക്കുന്നത്. അത് വെറുതെ കൊടുക്കണോ മോനെ? ഈ വയസ്സായ എനിക്കൊന്നും ആരും ഇല്ലാത്ത, ഞാൻ പോയി കഷ്ടപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ആ കാശ് 400 രൂപ അവിടെ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ജനങ്ങൾക്ക് കാണാൻ പറ്റിയത് എന്തെങ്കിലും കാണിക്കണം. സിനിമാ ലോകത്ത് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും അതിൻ്റെ കറക്റ്റായിട്ട് കൊണ്ടുവരാനും മോഹൻലാലേ ഉള്ളൂ. മോഹൻലാലാണ്. പിന്നെ നല്ല അന്തസ്സായ മനുഷ്യൻ, അങ്ങേരെ കൊണ്ടേ ഇത് പറ്റത്തുള്ളൂ. അങ്ങേരുടെ ഇതൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് മോഹൻലാൽ. സീസണ് കുഴപ്പമില്ല. പക്ഷെ പക്ഷെ ഇതിനകത്ത് ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേര് ജാസ്മിയും മറ്റേ അവൻ്റെ പേരുന്ന ജബ്രി, പുള്ളി രണ്ടുപേർക്കാണെങ്കിൽ ഭയങ്കര മോശം. അന്നേരം ചെറിയ പിള്ളേരൊക്കെ നമ്മളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ അവനാണെങ്കിൽ ഗബ്രി ആണെങ്കിൽ അവള് പറഞ്ഞതനുസരിച്ച് ഇവനായിട്ട് അവരോട് ചെന്ന് സംസാരിക്കില്ല. മനസ്സിലായ ഈ പെണ്ണ് പറയുമ്പോഴാണ് ഇവനിട്ട് പോയി എതിർത്ത് പിടിക്കാനും ചാടി പിടിക്കാനും ഇരിക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് സാധനം നല്ല ഇതായിട്ട് ഇരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും കാണുകയാണ്. ടാർഗറ്റ് ചെയ്യാനാണ് തോന്നുന്നത്. മുഷിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗബ്രീനെ പറ്റി പറയുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടണില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗബ്രീനെ പറ്റിയാണല്ലോ ഇവള് എന്ത് പറഞ്ഞാലും അവളെ ഏറ്റുപിടിക്കുന്നത്. ഗബ്രി ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് മീറ്റിംഗ് വെച്ചില്ല, ഒരു മീറ്റിംഗ് സ്ഥാനം ഉണ്ടല്ല. അതിനകത്ത് ഇവള് ന്യൂസുകാർ പോലെ സിംഗിളായിട്ടുള്ളപ്പോൾ ഗബ്രീനോട് പറയുമ്പോൾ ഇവള് അവനാണ് സപ്പോർട്ട് പറയണത്. അല്ലാണ്ട് ഈ കൂടെ നിൽക്കുന്നവർക്ക് സപ്പോർട്ടൊന്നും പറയാനില്ല. ഗബ്രി എന്ത് പറയണം അതിനനുസരിച്ച് ഇവള് എതിർത്ത് ഗബ്രിക്കാണ് സപ്പോർട്ട് ചെയ്യണത്. അല്ലാണ്ട് മറ്റുള്ളവർക്ക് ആർക്കില്ല. ഇവള് ക്യാപ്റ്റനായിട്ട് പോകാം. അവർക്ക് രണ്ടുപേർക്ക് മാത്രം ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളവരെ എതിർപ്പാണ് എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ഇത് ചെയ്യുമ്പോഴാണ്. അല്ലാണ്ട് വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഹൗസിൽ ഇച്ചിരി മാറ്റം വന്നാൽ ഇപ്പോൾ ഈ ഇനക്കിളിയിൽ സിംഗിൾ കിളി ആയിപ്പോയി ഇല്ലേ? അതൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് പിന്നെ കുറേ ഇച്ചിരി ഈ മറ്റേ ഈ പുള്ളിയുടെ പേരാ ജിൻഡോ ഇപ്പം അത്രയും ഒരു ഒച്ചപ്പാടും ബഹളില്ല. അല്ലെങ്കിലും ഏത് നേരം നോക്കിയാലും ഒച്ചപ്പാട് എടുത്തുകൊണ്ടിരിക്കണല്ലോ ജിൻഡോ, അതില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും സൗണ്ട് കുറഞ്ഞ് ഒരുവിധം എല്ലാവരും ഈ വഴക്കക്കാലത്തേക്ക് സൗണ്ട് ഇല്ലാണ്ട് ഒരു ഇതായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വന്നിട്ടിപ്പോൾ ഒരു 3 ദിവസമായിട്ടുള്ളൂ, 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ അല്ലേ? ഈ 5 പേര് വന്നിട്ട് 6 പേര് വന്നിട്ട്. അപ്പോൾ 6 പേര് വന്നിട്ട് മറ്റേ പെണ്ണ് കുഴപ്പമില്ല. ഏത് നന്ദന, അവള് നല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ തന്നെ ജാസ്മിനാണ് ഇവരെല്ലാവർക്കും ടാർഗറ്റ്. എല്ലാവർക്കും അതിനകത്തുള്ളവർ കംപ്ലീറ്റ് ജാസ്മിൻ ഗബ്രി. അപ്പോൾ ഇതിപ്പോൾ ആരെ പുറത്ത് പോകുമെന്ന് അറിയില്ലല്ലോ. അതാണ് ഇപ്പം ജാസ്മിൻ പോവോ ഗബ്രി പോവോ ജാൻമാരി അവർ
അവരാണ് ഈ ശാപം ഇടുന്നത്. അത് ഭയങ്കര മോശമാണത്. ആ ശാപം ഇടുന്നത് അത്ര ഒരു ഇതില്ല. ചീത്ത പറയുന്നവർ അവർ എതിർത്ത് സംസാരിക്കണം. അല്ലാണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നശിഞ്ഞു പോവും, ഇതായി പോകുന്ന പറഞ്ഞാൽ. പക്ഷെ അത് പറയാൻ പാടില്ല. അർജുൻ ഒരു എഫക്റ്റ് ഇല്ല. അർജുന് ഒരു എഫക്റ്റ് ഇല്ല. അർജുന് മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഈ തീ ആളി കത്തുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ വന്ന് ഒരു പൊക്കലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തീ കിടന്ന് ഇങ്ങനെ കെട്ടു പോണ പോലെ ഇരിക്കുന്നു. ഈ പ്രാവശ്യത്തെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എപ്പോഴും കൂടുതൽ ഇടിയാണ്. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ പേരൊന്നും എനിക്കറിയില്ല. ജാസ്മിൻ എനിക്കിഷ്ടമല്ല. അവളാണ് കൂടുതൽ ഇതാക്കണം. മറ്റേ പയ്യൻ ആയിട്ട് അതൊന്നും കൊള്ളൂല. അതെന്തും ആ പരിപാടിയൊന്നും ശരിയല്ല. വഴക്കുണ്ടാക്കണം മാത്രമല്ല, അങ്ങനെ അവർ ഓവറായിട്ട് മറ്റുള്ള കുഞ്ഞു കുട്ടികളൊക്കെ കാണുന്നതല്ലേ. അപ്പം അത് മോശമായ ഇതാണ്. വേറൊന്നും ഇതായിട്ടൊന്നുമില്ല. അവിടെ അഭിനയമൊക്കെ കുഴപ്പമില്ല. അവിടെ ഇതൊക്കെ നടത്തണമൊക്കെ നല്ലതാണ്. പക്ഷെ ആ ഒരു രംഗം ഇതല്ല. ഇരിക്കണമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ല, ഞങ്ങളെല്ലാവരും കൂടെ കുഞ്ഞു കൊച്ചുങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണുന്നത് ശരിയല്ല. പക്ഷെ അത് ഒറ്റയ്ക്ക് രണ്ടുപേരൊക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് പോയി മൂലയിലൊക്കെ പോയിരുന്ന് ആ പരിപാടി അത്ര നല്ലതല്ല. ജിൻജോ ഔഷധം തല്ലു പിടിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അവൻ്റെ അഭിനയം അപ്പം ഇത്തിരി ഓവറുമാണ് പയ്യൻ. പക്ഷെ നല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവൻ നടത്തുന്നുണ്ട്. കുറേ കൂടുതലായിട്ടും ഈ ജബ്രി എന്ന് പറഞ്ഞ ജാസ്മിൻ ഗബ്രിയുടെ കോമ്പോനെ പറ്റിയാണ് കൂടുതലായിട്ടുള്ള നെഗറ്റീവായിട്ട്. അത് നമ്മളിൽ എത്തിക്കുന്ന വിധത്തിലാണോ എന്താണെന്ന് അറിയില്ല. നെഗറ്റീവാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഫ്രണ്ട്സാന്ന് പറയുമെങ്കിലും അത് കൺവേ ചെയ്യുന്ന രീതി കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. പുതിയതായിട്ട് വന്ന വൈറ്റ് കാർഡ് എൻട്രീസിൽ സിബിൻ അടിപൊളിയാണ്. സിബിനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാനൊരു എലമെന്റുകൾ കൂടുതൽ കൊടുത്തിരിക്കുന്ന സിബിനാണ്. പിന്നെ സായി വരുമ്പോഴത്തേക്കും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നൊരു പ്രതീക്ഷ നമുക്ക് വളരെ എക്സ്പെക്ടേഷൻ തന്ന ഒരു ആളാണ്. പക്ഷെ എന്തോ അങ്ങ് വരുന്നില്ല. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഭയങ്കര അലമ്പുള്ള ബിഗ് ബോസാണ്. അത് നമുക്ക് ജനങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത്. അതായത് ഗബ്രി, ജാസ്മിൻ അവരാണ് ഏറ്റവും വലിയ അലമ്പ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ കാണാൻ വേണ്ടി നമ്മൾ ഈ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുമ്പോൾ ഈ കെട്ടിപ്പിടുത്തവും ഒക്കെ ശരിയുള്ള കാര്യമാണോ? എത്ര ചെറിയ കുട്ടികളായിട്ട് ഇരുന്ന് കാണുന്നതാണ്. അപ്പോൾ ഈ നമ്മളൊരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലേക്ക് കൂടെ കഴിഞ്ഞു പോകണം. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ പ്രേമവും ഈ തല്ലുപിടുത്തവും ഈ ചീത്തവിളിയും ഒക്കെയാണ്. ഈ കുഞ്ഞു കുഞ്ഞു പിള്ളേരുകളൊക്കെ കാണുന്ന ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ കാണുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ഫാമിലികളൊക്കെ ഇരുന്ന് കാണുന്നതാണ്. നമ്മൾ ഈ ചെറിയ കുടുംബങ്ങളൊക്കെ ഇരുന്ന് കാണുന്നതാണ്. അതൊക്കെ ഒരു അലമ്പായ പരിപാടിയാണ് അതൊക്കെ. അത് എന്തിനും കൊള്ളാം. ഇപ്പോഴത്തെ ബിഗ് ബോസ് എന്തിനും കൊള്ളാം? ഈ ലാലേട്ടൻ്റെ പേര് കളയാൻ വേണ്ടി കൂടുതലായിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഉള്ളതാണിത്. അപ്പോൾ നമ്മളതൊക്കെ നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ നല്ല പരിപാടിയായിട്ട് അത് മാറും. ഇത് ഏറ്റവും മോശമായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സീസൺ 2-ലും 3-ലും ഇത്രയും അതിനങ്ങളെ അലമ്പാണ്. അതിനൊക്കെ മികച്ചു പോയ സംഭവങ്ങളാണ് അതൊക്കെ. നമ്മൾ അത് തീരുന്ന 100 എപ്പിസോഡും ഇരുന്ന് കണ്ടിട്ടുള്ളതാണ്. ആ 3-യും 4-ഉം ഒക്കെ. ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും അലമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അലമ്പുള്ളതാണ്. ഇതിന് വേറെ പേരാടേണ്ടത്, ബിഗ് ബോസ് എന്നല്ല ഇടേണ്ടത്, വേറെ പേരാണ്ടത്. ഈ ഗബ്രിയിലും ജാസ്മിനും ഉള്ളതിൽ വേറെ പേരാണ്ടത്. അത് നമുക്ക് പറയാൻ കൊള്ളില്ല. അങ്ങനത്തെ പേരിടണം, അല്ലാണ്ട് ബിഗ് ബോസ് എന്ന് ഇടരുത്. ഇതാണ് ഞങ്ങളുടെയൊക്കെ മറുപടി. അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും അത് ഗെയിമാണെങ്കിൽ നമുക്കതറിയില്ലല്ലോ. അവർ പുറത്തേ വന്നതിന് ശേഷമാണ് അറിയുള്ളൂ. ഈ വീടിൻ്റെ ഉള്ളിൽ വെച്ച് അത് തെറ്റായ രീതിയാണ് അതൊക്കെ. വീടിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമ്മൾ ഫാമിലികൾ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? അല്ലല്ലോ. നമ്മൾ ഡീസൻ്റായിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ ഫാമിലി ആയിട്ട് പെരുമാറണം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറയില്ല, ആണോ? അപ്പം അതേതായ രീതിയിൽ ഫാമിലി ആയിട്ട് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ 100 എപ്പിസോഡ് തീരുന്നവരെ ആ ഫാമിലി ആയിട്ട് തന്നെ നമ്മൾ പെരുമാറിപ്പോണം. അല്ലാണ്ട് ജനങ്ങളുടെ മുന്നിൽ കെട്ടിപ്പിടിച്ച് ഉമ്മമുത്ത ഈ എന്തൊക്കെ പറയണേന്ന് തന്നെ അവർക്കറിയില്ല. ആ പെണ്ണാണെങ്കിൽ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ മൈക്ക് മാറ്റി വെച്ചിട്ട് എല്ലാം സംസാരിക്കുള്ളൂ. അത് ജനങ്ങൾ കേൾക്കണം. ആ ജനങ്ങൾ കേൾക്കാനും പ്രവർത്തിക്കാനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയേക്കണത്. ഈ ബിഗ് ബോസിൽ ഇങ്ങനെ ഈ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? നമ്മൾ തീരെ അലമ്പായിപ്പോയി. കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇതായിരുന്നു. അഭിനയിക്കാൻ വന്നവരും മോഹൻലാൽ സംസാരിക്കുന്നത് എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. ഈ പ്രാവശ്യം ആകെ അലമ്പായിപ്പോയി.
അലമ്പും ചീത്തവിളി ഒച്ചപ്പാടും അടി മുടിക്ക് കുത്തു പിടിക്ക്. എന്താണ് പെണ്ണുങ്ങൾ മാന്യമായിട്ട് ജീവിക്കുന്ന പെൺപിള്ളേരല്ലേ? ഇങ്ങനെയാണ് കാണിക്കണത് പെരുമാറ്റം. മോഹൻലാൽ പറയുന്നത് എല്ലാവരുടെ അടുത്തും കാണിക്കണ പോലെ എൻ്റെ അടുത്ത് കാണിക്കരുത്. അപ്പം അന്നപ്പോൾ 2 ദിവസമൊക്കെ നല്ല മെയിനായിരുന്നു. പിന്നെ തല്ലുപിടുത്തമായി. പോടാ പോടി, നീ പോടി, നിന്റെ കാര്യം അന്വേഷിച്ചു. ഇത്രേ പറയാനുള്ളൂ. ആളെ അലമ്പാണെന്ന് പറയണം. ബിഗ് ബോസ് കാണാറുണ്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടമാണോ? ഇഷ്ടം ആരെ ഏറ്റവും ഇഷ്ടമുള്ള? അർജുന്. എന്താ ഈ അർജുനെ ഇഷ്ടമുള്ള കാരണം? അർജുന അടിപൊളി പ്ലെയറാ. അടിപൊളി പ്ലെയറാണ്. എന്നാലും അർജുൻ ഭയങ്കര സൈലന്റ് ആണെന്ന് പറയുന്നത് കേട്ട് സോഷ്യൽ മീഡിയ പറയല്ലേ അർജുൻ ഭയങ്കര സൈലന്റ് ആണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വിന്നറാകാൻ പറ്റുമോ? പറ്റും. കാരണം നല്ല ഗെയിമർ ആണെന്നാണ് പറയുന്നത്. വിന്നറാകും. വിന്നറാകും. വേറെ ആരെ ഇഷ്ടമുള്ള? ശ്രീതു. അർജുൻ ശ്രീതു കോംബോ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അർജുനെ ഇഷ്ടപ്പെടാൻ കാരണം? അല്ല. പക്ഷെ അർജുൻ ഭയങ്കര സൈലന്റ് അല്ലേ? അത് ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് സൈലന്റ് ഇഷ്ടം. ഗെയിം ബിഗ് ബോസ് കാണാറുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കുഴപ്പമില്ല. ഈ സീസൺ കൊള്ളാം. ഈ സീസൺ കൊള്ളാം. ആരാ ഏറ്റവും അടിപൊളിയായിട്ട് കളിക്കുന്ന ഗെയിം കളിക്കുന്നത്? ഏറ്റവും അടിപൊളിയായിട്ട് മറ്റേ ഈ പെണ്ണാണ്, മറ്റേ ഏത് പെണ്ണാ? ജാസ്മിൻ. ഇഷ്ടമാണ് ജാസ്മിൻ. ഇടി പിടിക്കുന്നതിൽ അപ്പ റോക്കി കാണിച്ച ഒരു ഇതായി പോയത്, ഇടിച്ചല്ല. വിന്നറാകാൻ ആരെങ്കിലും സാധ്യതയുണ്ടോ? വിന്നറാവാൻ അർജുൻ.